വെൽക്കം ടു ജ്ഞാന PSC ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചലനം എന്നൊരു ടോപ്പിക്കായിരുന്നു. ഇന്ന് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2 വേർഡ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദൂരവും സ്ഥാനാന്തരവും. ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ദൂരം എന്താണെന്ന് നോക്കാം. ദൂരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സഞ്ചരിച്ച പാതയുടെ നീളം എന്ന് പറയുന്നത് ദൂരവും ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവുമുണ്ട്. പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കാം? മീറ്ററാണ്. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടെ സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകൂ. അപ്പം പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവിനെ എന്ത് പറയും നമ്മൾ? സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ദിശ കൂടി പറയുന്നതിന് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം, അങ്ങനെ പോകുന്നുണ്ട്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ എന്ത് നമ്മൾ പറയും? അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഉദാഹരണം എന്ത് പറയാം? ദൂരം, സമയം, പിണ്ഡം, വിസ്തീർണം, വ്യാപ്തം, സാന്ദ്രത, അങ്ങനെയൊക്കെ പറയാം. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്, അതിനോട് ദിശ ഉണ്ട്. ദൂരം എന്താണ്? ഒരു അദിശ അളവാണ്.